വ്യൂവേഴ്സ്, വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. നമ്മളിതേ എക്സാമിന്റെ തൊട്ടടുത്ത് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. നിങ്ങൾക്ക് ഇനി എങ്ങനെയാണ് കഷ്ടിച്ച് ജസ്റ്റ് ഒരു ഒന്നേകാൽ മാസം അല്ലേ, അല്ലെങ്കിൽ ഒരു ഒറ്റ മാസം മാത്രമാണ് മക്കളെ പബ്ലിക് എക്സാമിന് വരുന്നത്. ഇതേ ഫെബ്രുവരി ആയിട്ടുണ്ട്, ഫെബ്രുവരി ഫസ്റ്റ് വീക്ക് ആയിട്ടുണ്ട്. അപ്പം എന്ത് ചെയ്യുക ഇനി? തമാശ കളികളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് മാറ്റി വെക്കുക, ഒന്ന് സീരിയസ് ആയിക്കോളുക. കാരണം എക്സാം ഇതേ ഇവിടെ തൊട്ടടുത്താണ് എത്തിയിരിക്കുന്നത്. റെഡിയാണ്? അപ്പം നമ്മൾ ഓൾറെഡി ക്രിസ്മസ് എക്സാം വരെ ഒരുപാട് ചാപ്റ്റേഴ്സ് പഠിച്ചു അല്ലെ. ക്രിസ്മസ് എക്സാമിന് നമ്മൾ എക്സ്പെക്ട് ചെയ്ത ചാപ്റ്ററിൽ നിന്നും ക്വസ്റ്റ്യൻ വരാതെ ഇരുന്നിട്ടുണ്ട് ആണല്ലോ. അത്തരത്തിലുള്ള ഒരു ചാപ്റ്റർ ആയിരുന്നു നമ്മുടെ ചൗക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കവിത അല്ലേ. ചൗക്ക് എന്ന് പറഞ്ഞിട്ടുള്ള കവിതയിൽ നിന്ന് നമുക്ക് ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും അധികം വന്നിട്ടില്ലായിരുന്നു. സോ അടുത്തത് വരുന്ന പബ്ലിക് എക്സാമിന് നിങ്ങൾക്ക് ഏറ്റവും അധികം ക്വസ്റ്റ്യൻസ് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്റർ ആണ് മക്കളെ ചൗക്ക് എന്ന് പറയുന്നത്. ആ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് മിസ് ദേ ഇന്നത്തെ ഈ ക്ലാസ്സിൽ പറഞ്ഞുതരാൻ വേണ്ടിയിട്ട് പോകുന്നത്. വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു എജുപോർട്ട്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന ക്ലാസ് കാണുന്ന മക്കൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. നിങ്ങൾക്ക് വെരി 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 യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസും ക്ലാസ്സസും കാര്യങ്ങളും എല്ലാം നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആരെങ്കിലും ഫസ്റ്റ് ടൈം കാണുന്നവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, റെഡിയാണ്? അപ്പം നോക്കിക്കോളൂ. ചൗക്ക് എന്ന് പറഞ്ഞിട്ടുള്ളത് പിക്ചറിൽ കാണാൻ പറ്റുന്നുണ്ട്. ഓൾറെഡി ഇതിന്റെ ആസ്വാദൻ ടിപ്പണി മിസ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇമ്പോർട്ടൻ്റ് ആയിട്ട് എന്താണ് അതിലെ തീം എന്നുള്ള കാര്യം. ഇന്ന് മിസ് നിങ്ങൾക്ക് ഇതിലെ ക്വസ്റ്റ്യൻസ് ആണ് പറഞ്ഞുതരാൻ പോകുന്നത്. നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ച് മനസ്സിലാക്കി വെക്കേണ്ട ക്വസ്റ്റ്യൻസ് ആണ്. റെഡി ആണല്ലോ? അപ്പൊ നോക്കിയേ, ആരാണ് ഈ കവിത എഴുതിയിട്ടുണ്ടായിരുന്നത്? ആലോക് ധൻവ. നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട് കേട്ടോ. ആലോക് ധൻവ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റൈറ്റർ ആണ് ചൗക്ക് എന്ന് പറഞ്ഞാൽ ജംഗ്ഷൻ എന്നുള്ള ഈ ഒരു കവിത എഴുതിയിട്ടുണ്ടായിരുന്നത്. റെഡി ആണല്ലോ? അപ്പം ഓരോ ക്വസ്റ്റ്യൻസ് 1 by 1 ആയിട്ട് മിസ് പറഞ്ഞു തരാം. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോളൂ. ഓക്കെ മക്കളെ, നമുക്ക് ഈ മാറിയ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ പാറ്റേൺ ആണ് അല്ലേ. പാറ്റേൺ ഒക്കെ നല്ല രീതിക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് 1 മാർക്ക് ക്വസ്റ്റ്യൻ വരുന്നുണ്ട്, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട് അല്ലേ. 1 മാർക്ക് 2 മാർക്ക് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്നതാണ്. അത്തരത്തിലൊരു 2 മാർക്കിന് അല്ലെങ്കിൽ ഒരു 3 മാർക്കിന് നിങ്ങൾക്ക് ചോദിക്കാൻ ചാൻസ് ഉള്ള വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കിയോ, ക്വസ്റ്റ്യൻ മിസ് വായിക്കുന്നുണ്ട്. बड़े शहर के बेतरतीब चौक कवि ने ऐसा क्यों कहा होगा? വെരി വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, നന്നാക്കി നോക്കി വെച്ചോ. എന്താണ് ക്വസ്റ്റ്യൻ വന്നിട്ട്? ബഡേ ഷഹർ കെ ബേതർത്തീബ് ചൗക്ക്. ആ വലിയ നഗരത്തിലെ ബേതർത്തീബ് ചൗക്ക് എന്ന് പറഞ്ഞാൽ എന്താണെടാ? ബേതർത്തീബ് ചൗക്ക് എന്ന് പറഞ്ഞാൽ നിയന്ത്രണമില്ലാത്ത ജംഗ്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ക്വസ്റ്റ്യൻ എന്താണ്? കവിനെ സഖ്യോം കഹാ ഹോഗ. കവി ഇങ്ങനെ എന്തുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്? ക്യോം എന്ന് വെച്ചാൽ വൈ, എന്തുകൊണ്ടാണ് കവി അങ്ങനെ പറഞ്ഞിരിക്കുന്നത്? ആൻസർ നോക്കിയോ, മിസ് വായിക്കുന്നുണ്ട്. ബഡേ ഹോനെ पर कवि बड़े बड़े शहरों में जाने लगे, वहां में सी भी कुछ चौक है जहां गाड़ियां इधर उधर घूमती रहती थी. എന്താ പറഞ്ഞിരിക്കുന്നത്? കവി വലുതായിട്ടുണ്ട്. അപ്പം കവി വലിയ വലിയ ഓരോ പട്ടണത്തിലും സ്ഥലങ്ങളിലേക്കൊക്കെ കവി എന്ത് ചെയ്യുന്നുണ്ട്? പോകുന്നുണ്ട് അല്ലേ. വലിയ ആളായിട്ടുണ്ട്. കവി ആവശ്യമുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നുണ്ട്. സോറി മക്കളെ. വഹാം ACB കുച്ച് ചൗക്ക് ഹേ ജഹാം ഗാഡിയാം ഇധർ ഉധർ ഘൂംതി രഹതി. അപ്പൊ കവി പോകുന്ന നഗരങ്ങളിലൊക്കെ എന്തുണ്ട്? ഒരു എന്താണ്? വഹാം AC കുച്ച് ചൗക്ക് അല്ലെ, അവിടെ ഒരു ജംഗ്ഷൻ ഉണ്ടായിരുന്നു അല്ലെ. നഗരങ്ങളിലൊക്കെ ജംഗ്ഷൻ ഉണ്ട്. ആ ജംഗ്ഷനിൽ കവി പോയിട്ടുള്ള ആ ജംഗ്ഷനിൽ എന്തുണ്ടടാ? ഗാഡിയാം ഇധർ ഉധർ ഘൂംതി രഹതി ഹേ. ഗാഡിയാം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം വണ്ടികളാണ്. വണ്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ തിക്കി നിരങ്ങിയിട്ട് പോകുന്നുണ്ടായിരുന്നു. ഈ ദൃശ്യക്കോ ദേക്കർ കവി कहते हैं कि बड़े शहर के बेतरतीब चौक. എന്താ പറഞ്ഞിരിക്കുന്നേ? അത്തരത്തിലുള്ള ദൃശ്യം കണ്ട സമയത്താണ് കവി പറഞ്ഞിരിക്കുന്നത് എന്ത്? ബഡേ ഷെഹർ കെ ബേതർത്തീബ് ചൗക്ക് എന്ന് വെച്ചാൽ എന്താണ്? ആ വലിയ നഗരത്തിലെ നിയന്ത്രണമില്ലാത്ത ജംഗ്ഷൻ എന്ന് കവി പറഞ്ഞിരിക്കുന്നത് അതിനെ കൊണ്ടാണ്. ഒരുപാട് വാഹനങ്ങൾ പോകുന്നുണ്ട് അല്ലെ. തിക്കി നിറഞ്ഞൊരു എന്താണ്, ഒരു സിറ്റിയാണ്. അതിനെ കൊണ്ടാണ് കവി അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നേ? अर्थात किसी नियंत्रण के बिना गाड़ियां चलने वाले चौक. എന്താ പറഞ്ഞിരിക്കുന്നേ? അതായത് വാഹനങ്ങൾ ഒരു കൺട്രോളും ഇല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ റഷ് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്ന ഒരു ജംഗ്ഷൻ, അതാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആണ് മക്കളെ, നന്നാക്കി പഠിച്ചു വെച്ചോളണം. അതേപോലെ തന്നെ അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഇനി വരുന്ന എക്സാമിന്. കവിത കെ ആധാർ പർ സ്കൂളി ജീവൻ പർ ടിപ്പണി ലിഖേ.
കവിതയുടെ അടിസ്ഥാനത്തിൽ കവിക്ക് സ്കൂളി ജീവൻ, കവിയുടെ സ്കൂൾ ജീവിതത്തിനെ കുറിച്ചിട്ട് ഒരു ചെറിയൊരു വിവരണം തയ്യാറാക്കാൻ, അല്ലെ? ചിലപ്പോൾ ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പം ആൻസർ നോക്കിയോ. കവിനെ അപ്നെ കസ്ബെ കെ ഏക് സ്കൂൾ മേം പ്രവേശ് ലിയാ താ. കവി എന്താണ്, തന്റെ പട്ടണത്തിലെ ഒരു സ്കൂളിലാണ് പ്രവേശനം നേടിയിരിക്കുന്നത്, ജോയിൻ ചെയ്തിരിക്കുന്നത്. ഉൻകി മാം, അദ്ദേഹത്തിന്റെ അമ്മ ഉൻഹെ കുച്ച് സ്ത്രീയോം കെ സാത്ത് സ്കൂൾ ബേസ് ചെയ്തി, കുറച്ച് സ്ത്രീകളുടെ കൂടെയായിരുന്നു സ്കൂളിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നത്. ബേജ്തി എന്ന് പറഞ്ഞാൽ അയക്കുക എന്നാണ് അർത്ഥം. അടുത്തത് ഉൻ സ്ത്രീയോം നെ ഹി കവി കോ ചൗക്ക് പാർ കർനാ സിഖായ. ആ സ്ത്രീകളായിരുന്നു കവിയെ ആ ചൗക്ക് മുറിച്ചു കടക്കാൻ, ജംഗ്ഷൻ മുറിച്ചു കടക്കാൻ സിഖായ, പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. റെഡിയാണല്ലോ. അടുത്തേ നോക്കിയോ. കുച്ച് ദിനോം കെ ബാദ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വേ സ്വയം സ്കൂൾ ജാനേ ലഗാ, അദ്ദേഹം ഒറ്റയ്ക്ക് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട് തുടങ്ങി. ഫിർ ഉൻഹെ കുച്ച് ദോസ്ത് മിൽ ഗയേ, പിന്നെ അദ്ദേഹത്തിന് കുറച്ച് സുഹൃത്തുക്കളെ ലഭിക്കുകയാണ് ഉണ്ടായത്. ആഹേം വേ അപ്നെ ദോസ്തോം കെ സാത്ത് വിഭിന്ന രാസ്തോ മേ സ്കൂൾ ജാനേ ലഗേ. അതിനുശേഷം എന്ത് ചെയ്തിട്ടുണ്ട്, ആ സുഹൃത്തുക്കളുടെ കൂടെ വ്യത്യസ്ത വഴികളിലൂടെയൊക്കെ കവി സ്കൂളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്, അല്ലെ? ഇത്രയാണ് നമ്മുടെ ആ കവിതയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. കവിയുടെ ഒരു സ്കൂൾ ജീവിതത്തിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എഴുതിയാൽ മതി. ജസ്റ്റ് ഒരു 3 മാർക്ക് ക്വസ്റ്റ്യൻ ഒക്കെ എക്സ്പെക്ട് ചെയ്താൽ മതി. വലിയ 5 മാർക്ക് 4 മാർക്ക് ക്വസ്റ്റ്യൻ ഒന്നും ചോദിക്കില്ല കേട്ടോ. കാരണം എന്താ, കവിതയിൽ അത്രയും ഡീറ്റെയിൽ ആക്കി കവിന്റെ സ്കൂൾ ജീവിതം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല, ഇത്ര മാത്രമാണ് പറഞ്ഞിരിക്കുന്നത്. റെഡി ആണല്ലോ, സെറ്റ് ആണല്ലോ. യെസ്, നെക്സ്റ്റ് നോക്കിക്കോളൂ. യെസ്, എപ്പോഴും എക്സാമിന് വരുന്ന ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ് മക്കളെ, സഹി മിലാൻ ഖരേം. എന്താണ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാച്ച് ദി ഫോളോയിങ് ആണ്, അല്ലേ? ഇങ്ങനെ ബോക്സ് തരാറുണ്ട്, എന്നിട്ട് അത് മാച്ച് ആക്കി എഴുതാൻ ക്വസ്റ്റ്യൻ വരാറുണ്ട്. ദേ ഇവിടെ ബോക്സ് കൊടുത്തിട്ടുണ്ട്, നോക്കിയേ. യെസ്, കണ്ടോ, ഇതെന്താണ്, റോങ് ആണ്, അല്ലേ? ഖലത്ത്, തെറ്റായിട്ടാ കൊടുത്തിരിക്കുന്നത്. ഇനി നിങ്ങളുടെ അടുത്ത് ക്വസ്റ്റ്യൻ വരുന്നത് സഹി മിലാൻ കരേ, അതായത് മാച്ച് ചെയ്തിട്ട് ഇതേപോലെ ബോക്സ് ആക്കി എഴുതുക. ആദ്യത്തത് എന്താണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഇന്തസാർ കർണ എന്ന് പറഞ്ഞാൽ പ്രതീക്ഷ കർണ, അല്ലേ? കാത്തിരിക്കുക, വെയിറ്റ് ചെയ്യുക എന്നുള്ള മീനിങ് ആണ്. നെക്സ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നേ, ഹവാലേ കർണ എന്ന് പറഞ്ഞാൽ കൈമാറുക എന്നാണ് അർത്ഥം. ഷെയർ ചെയ്യുക എന്നൊക്കെ പറയല്ലോ, കൈമാറുക. അതെ, സൗപ്പ് ദേന എന്ന് പറഞ്ഞാലും എന്താണ് അർത്ഥം, അതായത് കൈമാറുക എന്നാണ് അർത്ഥം. ഓക്കെ ആണല്ലോ, ഷെയർ ചെയ്യുക. അടുത്തത് ദാഖിലാലേന. ദാഖിലാലേന എന്ന് പറഞ്ഞാൽ ജോയിൻ ചെയ്യുക എന്നാണ്, അല്ലെ? ചേരുക എന്നൊക്കെയാണ് അർത്ഥം. ദേ ഇവിടെ പ്രവേശ് കർണ, ഓർമ്മയുണ്ടല്ലോ, കവി പട്ടണത്തിലെ സ്കൂളിൽ പ്രവേശ് കർണ, ജോയിൻ ചെയ്തു, അതാണ്. അടുത്തത് ലാസ്റ്റ് വൺ, ചോഡ് ആന എന്ന് പറഞ്ഞാൽ എന്താണ്, ഉപേക്ഷിത് കർണ. ഉപേക്ഷിത് കർണ എന്നതിൽ തന്നെ ഉണ്ടല്ലോ അർത്ഥം. ചോട്ട് ആന എന്ന് പറഞ്ഞാൽ എന്താണ്, വിട്ടേക്കുക അല്ലെങ്കിൽ കളഞ്ഞേക്കുക എന്നൊക്കെയാണ് അർത്ഥം. ഉപേക്ഷിത് കർണ, ഉപേക്ഷിക്കുക. റെഡി ആണല്ലോ. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു മാച്ച് ദി ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്, എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. റെഡി മക്കളെ, അടുത്ത ക്വസ്റ്റ്യൻ ആണ് മിസ് പറയാൻ പോകുന്നത്, നോക്കിക്കോളൂ. യെസ്, ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും മക്കളെ നിങ്ങൾക്ക് എക്സാമിന് പലപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. സമാൻ ആശയ വാലി പംക്തിയാം ചുൻകർ ലിഖേ. സെയിം അർത്ഥം വരുന്ന വരികൾ കണ്ടെത്തി എഴുതൂ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ വരാറുണ്ട്. ദേ, സമാൻ ആശയ വാലി, സെയിം അർത്ഥം വരുന്ന പംക്തിയാം. പംക്തിയാം എന്ന് പറഞ്ഞാൽ എന്താണ്, വരികളാണ്. പംക്തി എന്ന് പറഞ്ഞാൽ വരിയാണ്. പംക്തികൾ എന്ത് ചെയ്യാൻ, ചുൻകർ ലിഖേം എന്ന് പറഞ്ഞാൽ കണ്ടെത്തി എഴുതൂ. വരാറുണ്ടല്ലോ, എക്സാമിന് ക്വസ്റ്റ്യൻ വരാറുണ്ട്, എപ്പോഴും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. നോക്കിയോ, ഇവിടെ കുറച്ച് അർത്ഥങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഫസ്റ്റ് മീനിങ് മിസ് വായിക്കുന്നുണ്ട്, ശ്രദ്ധിച്ചോളൂ. ഉൻ മഹിളാവോനെ മുജെ കഠിനായോം കോ പാർ കർനെ മേ മദദ് ദി. ആ സ്ത്രീകളാണ് എന്നെ ബുദ്ധിമുട്ടുകൾ മറികടക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചത്, അല്ലെ? ആ സ്ത്രീകൾ എന്നെ സഹായിച്ചു. രണ്ടാമത്തെ മീനിങ് നോക്കിയോ, ചോട്ടെ ഷഹർ കെ സ്കൂൾ മേ മേരി ഭർത്തി ഹുയി. ആ പട്ടണത്തിലെ, അല്ലെ, ചെറിയ സിറ്റിയിലെ ആ ഒരു സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്തു. നെക്സ്റ്റ് വന്നിട്ട് നോക്കിയോളൂ. അസ്ത് വ്യസ്ത് ചൗരാഹോം കോ പാർ കർത്തെ സമയ് മുझे इन स्त्रियों की याद आती है. ആ തിരക്ക് പിടിച്ച ജംഗ്ഷൻ മുറിച്ച് കടക്കുന്ന സമയത്ത് എനിക്ക് ആ സ്ത്രീകളെ ഓർമ്മ വന്നു. ഓക്കെ ആണല്ലോ. ലാസ്റ്റ് വൺ നോക്കിയോ, സ്ത്രീയോം നെ മുझे പ്രതീക്ഷ കർണ സിഖായ. സ്ത്രീകൾ എന്നെ
വെയിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ കാത്തിരിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് അർത്ഥങ്ങൾ കൊടുത്തിരിക്കുന്നത്. മിസ് അതിന്റെ മലയാളം ഇവിടെ കൊടുത്തിട്ടുണ്ട്, അർത്ഥത്തിന്റെ ക്ലിയർ ആയിട്ടുള്ള മലയാളം കൊടുത്തിട്ടുണ്ട്. ഇത് ഏതൊക്കെ ലൈൻസിലാണ് നമ്മൾ പഠിച്ച ചൗക്ക് എന്ന കവിതയിലുള്ളത്? ഏത് ലൈനാണ് ഈ അർത്ഥത്തിന് മാച്ച് ആയിട്ട് വരുന്നത് എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വൺ നോക്കിയോ, എന്താണ് ഇത്? പ്രയാസങ്ങൾ മറികടക്കാൻ വേണ്ടിയിട്ട് സ്ത്രീകൾ എന്നെ സഹായിച്ചു എന്നുള്ളതാണ് ഫസ്റ്റ് മീനിങ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് ഏത് ലൈനിലാണ് അതേ അർത്ഥം പറഞ്ഞിരിക്കുന്നത്? ഇവിടെ മിസ് പറഞ്ഞുതരാം, ശ്രദ്ധിച്ചോളൂ. ഉൻ സ്ത്രീയോം കാ വൈഭവ് മേരെ സാത്ത് രഹ. ആ സ്ത്രീകളുടെ വൈഭവം എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ജിൻഹോനെ മുജെ ചൗക്ക് പാർ കർണ സിഖായ. ആരാണോ എന്നെ ജംഗ്ഷൻ മുറിച്ച് കടക്കാൻ പഠിപ്പിച്ചത്, ആ സ്ത്രീകളുടെ വൈഭവം അല്ലെങ്കിൽ ഓർമ്മ, പ്രസൻസ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. അതാണ് ഫസ്റ്റ് കൊടുത്ത മീനിങ്. ഓക്കെ, ഫസ്റ്റ് കൊടുത്ത മീനിങ് വരുന്ന ലൈൻ ഇതാണ്. മീനിങ് എന്തായിരുന്നു? ദേ നോക്കിക്കോ, എന്താണ്? പ്രയാസങ്ങൾ മറികടക്കാൻ വേണ്ടിയിട്ട് ആ സ്ത്രീകൾ എന്നെ സഹായിച്ചു. റെഡിയാണല്ലോ. ഇനി സെക്കൻഡ് വൺ നോക്കിയോളൂ. സെക്കൻഡ് വൺ എന്താണ് വന്നിട്ട്? ചെറിയ പട്ടണത്തിലെ സ്കൂളിൽ ഞാൻ ജോയിൻ ചെയ്തു, എന്നെ ചേർത്തു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏതിലാണ് പറഞ്ഞിരിക്കുന്നത് ആ കാര്യം? ദേ കസ്ബെ കെ സ്കൂൾ മേ മേനെ പെഹലി ബാർ ദാഖില ലിയാ താ. പട്ടണത്തിലെ സ്കൂളിൽ ഞാൻ ആദ്യത്തെ തവണ എന്തായിട്ടുണ്ട്? പ്രവേശനം നേടിയിട്ടുണ്ട്. ക്ലിയർ. ഇനി തേർഡ് മീനിങ് എന്താണ് കൊടുത്തിരിക്കുന്നത്? തിരക്കേറിയ ജംഗ്ഷൻ മുറിച്ച് കടക്കുന്ന ആ സമയത്ത് എനിക്ക് ആ സ്ത്രീകളെ ഓർമ്മ വന്നു എന്നാണ് കവി മൂന്നാമത്തെ പറഞ്ഞിട്ടുള്ള അർത്ഥം. അത് ഏത് വരിയിലാണ് പറഞ്ഞിരിക്കുന്നത്? ജബ് കബി മേം കിസി ബഡേ ഷഹർ കെ ബേദർത്തി ചൗക്ക് സേ ഗുസർത്താ ഹോ. ഞാൻ ആ തിരക്കേറിയ ജംഗ്ഷൻ മുറിച്ച് കടക്കുന്ന സമയത്ത് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബഡേ ഷഹർ, വലിയ പട്ടണത്തിലെ ആ തിരക്കേറിയ ജംഗ്ഷൻ മുറിച്ച് കടന്നപ്പോൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെഡിയാണല്ലോ. ഇനി ലാസ്റ്റ് വൺ നോക്കിയോളൂ. എന്താണ്? ആ സ്ത്രീകളായിരുന്നു എന്നെ കാത്തിരിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഏത് ലൈനിലാണെടാ ആ കാര്യം പറഞ്ഞിരിക്കുന്നത്? സ്ത്രീകളാണ് എന്നെ പഠിപ്പിച്ചത് എന്നുള്ള കാര്യം ദേ ലാസ്റ്റ് മിസ് കൊടുത്തിരിക്കുന്നു. छुट्टी होने पर मैं उनका इंतजार करता था, उन्होंने मुझे इंतजार करना सिखाया. എന്താണ്? ചുട്ടി ഹോനെ പർ, അവധി ദിവസങ്ങളിൽ പോലും മേം ഉൻക, ഞാൻ അവരെ ഇന്തസാർ കർത്താദാ, കാത്തിരിക്കാറുണ്ടായിരുന്നു. ഉൻഹോനെ മുജെ ഇന്തസാർ കർണ സിഖായ. ഉൻഹോനെ അവരാണ്, മുജെ എന്നെ, ഇന്തസാർ കർണ കാത്തിരിക്കാൻ, സിഖായ പഠിപ്പിച്ചത്, അവരെന്നെ കാത്തിരിക്കാൻ പഠിപ്പിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. റെഡിയാണല്ലോ. ഇങ്ങനത്തെ അല്ലേ സമാനാശയ വാലി പംക്തിയാം ചുൻകർ ലിഖേം ക്വസ്റ്റ്യൻ എപ്പോഴും എക്സാമിന് ചോദിക്കുന്നതാണ്. അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾ ചൗക്ക് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് നിർബന്ധമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ടത്. റെഡിയാണല്ലോ. ക്ലിയർ ആയിട്ടുണ്ടായിരിക്കുമെന്ന് മിസ് വിചാരിക്കുന്നു. ഓക്കെ ആണല്ലോ. അപ്പം ഇതേപോലത്തെ നിങ്ങൾക്ക് എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം നമ്മൾ ഈ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പം നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും നമ്മുടെ ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ മക്കളെ. റെഡിയാണല്ലോ. സെറ്റാണ്. അപ്പം നന്നാക്കി പഠിച്ച് തുടങ്ങിക്കോ. എക്സാം എവിടെ 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 തൊട്ടടുത്ത് ഒരു മാസം കൂടി ഡിസ്റ്റൻസിലാണ് എക്സാം നിൽക്കുന്നത്. അപ്പം എല്ലാവരും സൂപ്പറാക്കി പഠിക്കണം. റെഡി മക്കളെ? താങ്ക് യു.